ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു സിനിമയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു പെൺകുട്ടി ഒരുപാട് ആഗ്രഹിച്ച് ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നു. അവൻ വളരെ നല്ലവനാണെന്നും അവളെ ഒരു റാണിയെ പോലെ നോക്കുമെന്നും അവൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഊഹിക്കാൻ പോലും പറ്റാത്ത ചില സംഭവങ്ങൾ നടക്കുന്നു. എന്തിനാണ് ഇയാളെ വിവാഹം കഴിച്ചതെന്നും എന്തിനാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നും അവൾ ചിന്തിച്ചു തുടങ്ങുന്നു. പുതുതായി വിവാഹം കഴിഞ്ഞ് ജീവിതം തുടങ്ങേണ്ടിയിരുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അവസാനം ഈ കഥയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ സമ്പൂർണ്ണ എന്ന ബംഗാളി സിനിമയുടെ കഥ പൂർണ്ണമായിട്ടും നോക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു കല്യാണ വീടാണ് കാണിക്കുന്നത്. ആ വീട്ടിലെ മൂത്ത മരുമകളായ സമ്പൂർണ്ണ ചില ശബ്ദങ്ങൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു. അവിടെ പുതുതായി വിവാഹം കഴിഞ്ഞ് നന്ദിനി എന്ന നവവധു തനിച്ചിരുന്ന് വിഷാദത്തോടെ കരയുകയായിരുന്നു. എന്തു പറ്റി മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് സമ്പൂർണ്ണ ചോദിക്കുന്നു. അപ്പോൾ സീൻ കട്ട് ചെയ്ത് ഏതാനും ആഴ്ചകൾക്ക് പിന്നിലേക്ക് പോകുന്നു. നന്ദിനിയും ആ വീട്ടിലെ ഇളയ മകനായ രക്തിമുമായുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അമ്മായിയമ്മ വന്ന് ഈ വിവാഹം നടക്കില്ലെന്നും കാരണം ഇരുവരുടെയും ജാതകം ചേരുന്നില്ലെന്നും പറയുന്നു. ഈ സമയം നന്ദിനിയുടെ അച്ഛനും അമ്മയും വിവാഹത്തിനായി സ്വർണം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. വിവാഹം മുടങ്ങിയെന്ന് അമ്മായിയമ്മ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ നന്ദിനിയുടെ മനസ്സ് തകർന്നുപോയി. എന്നാൽ അമ്മായിയമ്മ രക്തിമിനോട് വേറെ പെൺകുട്ടികളെ നോക്കാൻ പറയുമ്പോൾ എനിക്ക് വേറെ പെണ്ണിനെ വേണ്ട, വിവാഹം കഴിക്കുകയാണെങ്കിൽ നന്ദിനിയെ മാത്രം കഴിക്കൂ എന്നവൻ തറപ്പിച്ചു പറയുന്നു. ഈ വിവരം സമ്പൂർണ്ണ ഭർത്താവിനോട് പറയുമ്പോൾ അതൊക്കെ അമ്മ നോക്കിക്കോളും, നമ്മൾ എന്തിനാ തലയിടുന്നത് എന്ന് പറഞ്ഞ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അടുത്ത ദിവസം സമ്പൂർണ്ണ തന്നെ നന്ദിനിയെ കാണാൻ പോകുന്നു. വിവാഹം മുടങ്ങിയ കാര്യം തനിക്കറിയാമെന്നും പിന്നെന്തിനാണ് വന്നതെന്നും നന്ദിനി ചോദിക്കുന്നു. നിനക്ക് രക്തിമിനെ ഇഷ്ടമാണോ എന്ന് സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ എനിക്ക് രക്തിമിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നന്ദിനി മറുപടി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ ജാതകമോ ജ്യോത്സ്യമോ എന്തോ ആകട്ടെ, ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും എന്ന് സമ്പൂർണ്ണ വാക്കു കൊടുക്കുന്നു. തുടർന്ന് സമ്പൂർണ്ണ അമ്മായിയമ്മയോട് പറയുന്നു, അമ്മായിയമ്മേ, അവർ പ്രണയത്തിനാണ്, ജാതകം ശരിയല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട. ഞാനൊരു ജ്യോത്സ്യനെ കണ്ടു, ഒരു പൂജ നടത്തിയാൽ എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, പൂജ കഴിഞ്ഞ് നമുക്ക് അവരുടെ വിവാഹം നടത്താം. ഇത് കേട്ട അമ്മായിയമ്മ സമ്മതിക്കുകയും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പൂജ നടത്തി ഇരുവരുടെയും വിവാഹം നടത്തുകയും ചെയ്യുന്നു. ആദ്യ രാത്രിക്ക് വേണ്ടി നവദമ്പതികളെ മുറിയിലേക്ക് അയക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ നന്ദിനി കരയുന്നതാണ് കാണുന്നത്. എന്താ മോളെ പറ്റിയത് എന്ന് സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ നന്ദിനിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത് ആദ്യ രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്നും പോകെ പോകെ എല്ലാം ശരിയാകുമെന്നും സമ്പൂർണ്ണ അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ ആ മുറിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. രക്തിം എന്ന രാക്ഷസൻ നന്ദിനിയെ ബലമായി കീഴ്പ്പെടുത്തി. അവൾ എതിർത്തെങ്കിലും ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഇരുവരും ഹണിമൂണിന് പോകാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ നടന്ന സംഭവം ഓർത്ത് നന്ദിനി വിഷാദത്തിലായിരുന്നു. ഭർത്താവിനെ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയമായിരുന്നു. എന്നാലും പുതിയതായി വിവാഹം കഴിഞ്ഞതുകൊണ്ട് തുടക്കത്തിലെ എതിർക്കുന്നത് ശരിയല്ലെന്ന് കരുതി അവൾ ഹണിമൂണിന് പോകാൻ സമ്മതിക്കുന്നു. ഹണിമൂണിന് പോയ സ്ഥലത്ത് സമ്പൂർണ്ണ കൊടുത്ത നൈറ്റ് ധരിച്ച് നന്ദിനി നിൽക്കുമ്പോൾ രക്തിയും അവളെ കാമത്തോടെ നോക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ രക്തിയും തന്റെ ചേട്ടനെ വിളിച്ചു, ചേട്ടാ, നന്ദിനിയെ ബാത്റൂമിലാണെന്ന് പറഞ്ഞ് കാണാനില്ല, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നു. സമ്പൂർണ്ണ ഫോൺ വാങ്ങി എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ കാണാനില്ല എന്ന് ആവർത്തിക്കുന്നു. അവൻ അന്നും അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാകുമെന്ന് സംശയിച്ച് സമ്പൂർണ്ണ ടെറസിൽ പോയി നോക്കാൻ പറയുന്നു. രക്തിയും സെക്യൂരിറ്റി ഗാർഡുകളുമായി ചെന്ന് നോക്കുമ്പോൾ നന്ദിനി ഇരുട്ടത്തിരുന്ന് പേടിച്ച് കരയുകയായിരുന്നു. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ ആ രാക്ഷസനോട് മറുപടി പറയാനാകാതെ അവൾ ഭയന്നു വിറച്ചു. നന്ദിനിയെ കണ്ടെത്തിയെന്നറിഞ്ഞ് വീട്ടുകാർക്ക് സമാധാനമാകുന്നു. അപ്പോൾ അമ്മായിയമ്മ പറയുന്നു, നന്ദിനിയുടെ പെരുമാറ്റം ശരിയല്ല, അവൾക്ക് സ്നേഹമോ പ്രേമമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എപ്പോഴും മിണ്ടാതിരിക്കുന്നു. സന്തോഷമായി ഹണിമൂണിന് പോയി വരാൻ പറഞ്ഞാൽ ഭർത്താവിനോട് പറയാതെ ഒളിച്ചിരിക്കുന്നു. എന്താണ് അവളുടെ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക. ഒന്നുമില്ല അമ്മായിയമ്മേ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ അവരെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഹണിമൂണിൽ നിന്ന് കാറിൽ മടങ്ങുമ്പോൾ നന്ദിനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. യാത്രാക്ഷീണം കൊണ്ടാണെന്ന് അവൾ പറയുന്നു. രക്തിയും കാർ നിർത്തി ഗ്ലാസ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അവൾ ഭയന്ന് പിന്നോട്ട് മാറുന്നു. ആ നിലയിൽ അവൾ അവനെ ഭയപ്പെട്ടിരുന്നു. വീട്ടിലെത്തിയ ശേഷം സമ്പൂർണ്ണ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി ചോദിക്കുന്നു, എന്താ മോളെ പറ്റിയത്? അവൻ നിന്നെ വിഷമിപ്പിച്ചോ? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് തന്റെ ജാക്കറ്റ് മാറ്റി തോളിലെ പാടുകൾ കാണിക്കുന്നു. പല്ലുകൊണ്ട് കടിച്ച പാടുകളായിരുന്നു അത്.
തോളിൽ മാത്രമല്ല ശരീരം മുഴുവൻ അവൻ ഇങ്ങനെയാണ് ചെയ്തതെന്നും അവൻ ചെയ്ത ക്രൂരതകൾ സഹിക്കാൻ വയ്യെന്നും സമ്പൂർണയോട് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നു. ചില സമയങ്ങളിൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് സമ്പൂർണ്ണ ഞെട്ടിപ്പോകുന്നു. അവൾ രക്തീമിനോട് സംസാരിക്കാമെന്ന് നന്ദിനിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ ഈ വിഷയം താൻ നേരിട്ട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് കരുതി സമ്പൂർണ്ണ ഭർത്താവിനോട് രക്തീമുമായി സംസാരിക്കാൻ പറയുന്നുണ്ട്. ഭർത്താവ് അത് കേട്ട് അവൾ നിന്നോട് ഇതെല്ലാം പറഞ്ഞോ? അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, അവൾക്ക് ഭ്രാന്താണ്. നന്ദിനിക്ക് ഒരു പ്രശ്നവുമില്ല, നിന്റെ അനിയന്റെ അടുത്താണ് പ്രശ്നം. ആദ്യ രാത്രിയാണെന്ന് പോലും നോക്കാതെ അവൻ ക്രൂരമായി പെരുമാറി. ദയവായി നിങ്ങൾ പോയി അവനോട് സംസാരിക്കൂ. നമ്മുടെ വീട്ടിൽ വന്നവളെ നമ്മൾ തന്നെയല്ലേ നന്നായി നോക്കേണ്ടത് എന്ന് സമ്പൂർണ്ണ പറയുന്നു. എന്നാൽ ഭർത്താവ് അതൊന്നും വേണ്ട, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പറയുന്നു. എന്തുണ്ടെങ്കിലും അവർ തന്നെ പരിഹരിച്ചോളും, നീ ആരോടും ഇതേപ്പറ്റി സംസാരിക്കരുത് എന്ന് പറഞ്ഞു വിലക്കുന്നുണ്ട്. സമ്പൂർണ്ണ സ്വയം സംസാരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ രക്തയും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഒരു സ്ത്രീയുടെ വിഷമം മറ്റൊരു സ്ത്രീക്ക് മനസ്സിലാകുമെന്ന് കരുതി സമ്പൂർണ്ണ അമ്മായിയമ്മയോട് എല്ലാം പറയുന്നു. എന്നാൽ അവർ ഞെട്ടലോടെ എന്റെ മകൻ അങ്ങനെയല്ല, ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, അവൾക്ക് വിവരമില്ലേ എന്ന് ചോദിച്ച് ഒഴിഞ്ഞു മാറുന്നു. അന്ന് രാത്രി സമ്പൂർണ്ണ രക്തീമിനെ കാണുമ്പോൾ അവൻ സ്വയം പറയുന്നു, സോറി ചേട്ടത്തി, എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നതാണ്. അടുത്ത ദിവസം നന്ദിനിയുടെ വീട്ടുകാർ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി താൻ സുഖമായിരിക്കുന്നുവെന്ന് അവൾ കള്ളം പറയുന്നു. അപ്പോൾ ഭർത്താവ് മുറിയിലേക്ക് വരുന്നു. അവൻ അടുത്ത് വരും തോറും അവൾ ഭയന്ന് വിറയ്ക്കുന്നു. എന്നാൽ രക്തീം ഒരു ചോക്ലേറ്റ് കൊടുത്ത് പ്ലീസ് എന്നോട് ക്ഷമിക്കൂ, അന്നൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അവൻ സ്വയം വന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അവൾ ഒരു അവസരം കൂടി നൽകാൻ തീരുമാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പൂജയ്ക്കായി സമ്പൂർണ്ണ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം രക്തീമും നന്ദിനിയും ഒരു പുതിയ വീട്ടിലേക്ക് മാറി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. രക്തീം ഭാര്യയെ നന്നായി നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം രക്തീം ചേട്ടനെ വിളിച്ച് എന്റെ ഭാര്യയ്ക്ക് അപകടം പറ്റി, വേഗം ആശുപത്രിയിലേക്ക് വരണം എന്ന് പറയുന്നു. എല്ലാവരും ഓടിയെത്തുമ്പോൾ നന്ദിനിയുടെ മുഖത്ത് നിറയെ മുറിവുകളുമായി അവൾ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ബാത്റൂമിൽ കാൽ വഴുതി വീണതാണെന്ന് രക്തീം പറയുന്നു. അവന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സമ്പൂർണ്ണ സത്യം പറ, നീയാണോ അവളെ അടിച്ചത് എന്ന് ചോദിക്കുന്നു. താനല്ലെന്നും അവൾ തനിയെ വീണതാണെന്നും അവൻ വാദിക്കുന്നു. നന്ദിനിക്ക് ബോധം വന്നപ്പോൾ എന്നെ അടിക്കല്ലേ, എന്നെ വിടൂ എന്നവൾ പുലമ്പുന്നു. ഇത് കേട്ട് ഡോക്ടർക്ക് കാര്യം മനസ്സിലാവുകയും അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നു. പോലീസ് വരുന്നു. സമ്പൂർണ്ണ നന്ദിനിയെ കാണുമ്പോൾ ഞാൻ എന്തിനാ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഞാൻ മരിച്ചില്ലേ എന്നവൾ ചോദിക്കുന്നു. രക്തീം വീണ്ടും തന്നെ ക്രൂരമായി ഉപദ്രവിച്ചെന്നും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് താൻ വീണതെന്നും അവൾ പറയുന്നു. പോലീസ് രക്തീമിനെ ചോദ്യം ചെയ്യുമ്പോൾ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ കള്ളം പറയുന്നുണ്ട്. അമ്മായിയമ്മയും അവൾക്കൊരു മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സമ്പൂർണ്ണ പോലീസിനോട് നടന്നതെല്ലാം തുറന്നു പറയുന്നു. നിങ്ങൾ പറഞ്ഞാലും ആ പെൺകുട്ടി ഭർത്താവ് നല്ലവനാണെന്നും താൻ തനിയെ വീണതാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ അവൾ ജീവിതകാലം മുഴുവൻ ഈ നരകം സഹിക്കണോ എന്ന് സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ ഗാർഹിക പീഡന നിയമപ്രകാരം കോടതിയെ സമീപിക്കാം, പക്ഷേ അതിന് സാക്ഷികൾ വേണം എന്ന് പോലീസ് പറയുന്നു. ഞാൻ സാക്ഷിയാകാം എന്ന് സമ്പൂർണ്ണ പറയുന്നു. നിങ്ങൾ അതേ കുടുംബത്തിലെ അംഗമാണ്, നിങ്ങളുടെ മൊഴി മാത്രം മതിയാവില്ല. ഒരു പെണ്ണും കോടതിയിൽ വന്ന് ഭർത്താവിനെതിരെ സത്യം പറയില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അത്ര ധൈര്യമില്ല എന്ന് പോലീസ് പറയുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ സമ്പൂർണ്ണ എല്ലാവരുമായി വഴക്കിടുന്നു. ഭർത്താവ് അവളെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. രക്തീം വീണ്ടും നല്ലവനെ പോലെ നന്ദിനിയോട് സംസാരിച്ച് പോലീസിനോട് ഒന്നും പറയരുതെന്ന്, അല്ലെങ്കിൽ തന്റെ ജീവിതം നശിക്കുമെന്നും പറയുന്നു. അടുത്ത ദിവസം പോലീസ് സമ്പൂർണ്ണയെ വിളിച്ച് നന്ദിനി മൊഴി മാറ്റി പറഞ്ഞു. ഭർത്താവ് നല്ലവനാണെന്നും താൻ തനിയെ വീണതാണെന്നും അവൾ പറയുന്നു എന്നറിയിക്കുന്നു. സമ്പൂർണ്ണ ഫോൺ നന്ദിനിക്ക് കൊടുക്കാൻ പറയുന്നു. അവൻ നിന്നെ വീണ്ടും പറഞ്ഞു മയക്കുകയാണ്, അവന്റെ വാക്ക് കേട്ടാൽ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ സഹിക്കേണ്ടി വരും എന്ന് സമ്പൂർണ്ണ നന്ദിനിയോട് പറയുന്നു. ഇത് കേട്ട് നന്ദിനി ധൈര്യം സംഭരിച്ച് പോലീസിനോട് എല്ലാ സത്യവും തുറന്നു പറയുന്നു. പോലീസ് രക്തീമിനെ ഗാർഹിക പീഡനത്തിന് അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് തെളിവ് എന്ന് അമ്മായിയമ്മ ചോദിക്കുമ്പോൾ ഞാനാണ് തെളിവെന്ന് സമ്പൂർണ്ണ പറയുന്നു. അമ്മായിയമ്മ സമ്പൂർണ്ണയെ അടിക്കാൻ വരുമ്പോൾ ഇൻസ്പെക്ടർ തടയുന്നു. കുടുംബം ഒരു വലിയ വക്കീലിനെ കാണുന്നു. എന്നാൽ ഈ കേസിൽ ജാമ്യം കിട്ടില്ലെന്നും കേസ് പിൻവലിക്കാൻ നന്ദിനിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ഏക വഴിയെന്നും വക്കീൽ പറയുന്നു. അമ്മായിയമ്മയും മൂത്ത മകനും നന്ദിനിയുടെ വീട്ടിൽ പോയി മാപ്പ് ചോദിക്കുന്നു. ഒടുവിൽ അമ്മയുടെ നിർബന്ധപ്രകാരം നന്ദിനി കേസ് പിൻവലിക്കുന്നു. രക്തീം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇത് കേട്ട് സമ്പൂർണ്ണ തകർന്നു പോകുന്നുണ്ട്. വീട്ടിൽ വീണ്ടും വഴക്കാകുന്നു.
ഭർത്താവ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നന്ദിനി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ വരുന്നു. ഒരു ദിവസം ഹോട്ടലിൽ ഡിന്നർ കഴിക്കുമ്പോൾ വാഷ്റൂമിൽ പോയ നന്ദിനിയെ സമ്പൂർണയും അവളുടെ സുഹൃത്തും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ റക്തീമിന്റെ മുൻ കാമുകിയും ഉണ്ടായിരുന്നു. റക്തീം തന്നെയും ഇതുപോലെ ഉപദ്രവിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ആ ബന്ധം ഉപേക്ഷിച്ചതെന്നും അവൾ നന്ദിനിയോട് പറയുന്നു. നിങ്ങൾ കാമുകിയായിരുന്നു, പക്ഷെ എന്റെ വിവാഹം കഴിഞ്ഞതാണ്. അവനെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം എന്ത് പറയും എന്ന് നന്ദിനി ചോദിക്കുന്നു. അപ്പോൾ സമ്പൂർണയുടെ സുഹൃത്ത്, ഒരു NGO പ്രവർത്തക, അവളെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഭർത്താവില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ അവൾ കാണുന്നു. നീ ധൈര്യമായിരുന്നാൽ എവിടെയും ജീവിക്കാം. ഈ ക്രൂരത സഹിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അത് നിന്റെ ഇഷ്ടം എന്നവർ പറയുന്നു. ഇതോടെ നന്ദിനിക്ക് ധൈര്യം വരുന്നു. സമ്പൂർണയും നന്ദിനിയും ഒരുമിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വന്ന് കോടതി നോട്ടീസ് നൽകുന്നു. ഞങ്ങൾ കേസ് വീണ്ടും തുറന്നിരിക്കുന്നു, നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറഞ്ഞിരുവരും കോടതിയുടെ പടികൾ കയറുന്നു. ഈ രംഗത്തോടെ സിനിമ അവസാനിക്കുന്നു. ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.